ഹലോ ഓൾ, ഇന്നത്തെ വീഡിയോ ഒരു പ്രാക്ടീസ് ടെസ്റ്റാണ്. നമ്മൾ അനിമൽ ഡൈവേഴ്സിറ്റിയിലെ 3ാമത്തെ മോക്ക് ടെസ്റ്റാണ് ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ ഫൈലം നെമറ്റോഡ, അനലിഡ, ആർത്രോപോഡ ഇത്രയും ഫൈലങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ട് പഠിച്ചതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ഫ്രീ ലിവിങ് നെമറ്റോഡിന് ഉദാഹരണം. ഫ്രീ ലിവിങ് നെമറ്റോഡിന് ഉദാഹരണം. രണ്ടാമത്തെ ചോദ്യം, ഒരുപോലെയുള്ള ഖണ്ഡങ്ങളാൽ നിർമ്മിതമായ ശരീരം ഏത് ഫൈലത്തിന്റെ പ്രത്യേകതയാണ്? ഒരുപോലുള്ള ഖണ്ഡങ്ങളാൽ നിർമ്മിതമായ ശരീരം ഏത് ഫൈലത്തിന്റെ പ്രത്യേകതയാണ്? മൂന്നാമത്തെ ചോദ്യം, അനലിഡയുടെ അവസാനത്തെ സെഗ്മെന്റ്. അനലിഡയുടെ അവസാനത്തെ സെഗ്മെന്റ്. നാലാമത്തെ ചോദ്യം, എർത്ത് വേം എന്നറിയപ്പെടുന്ന അനലിഡൻ ക്ലാസ്. എർത്ത് വേം എന്നറിയപ്പെടുന്ന അനലിഡൻ ക്ലാസ്. അഞ്ചാമത്തെ ചോദ്യം, ക്ലാസ് ഹിരുഡിനയിൽ ഡെവലപ്മെന്റ് നടക്കുന്നത് ഡാഷിൽ ആണ്. ക്ലാസ് ഹിരുഡിനയിൽ ഡെവലപ്മെന്റ് നടക്കുന്നത് ഡാഷിൽ ആണ്. ആറാമത്തെ ചോദ്യം, ജന്തുലോകത്തെ ഏറ്റവും വലിയ ഫൈലം. ജന്തുലോകത്തെ ഏറ്റവും വലിയ ഫൈലം. ഏഴാമത്തെ ചോദ്യം, അക്വാറ്റിക് ആർത്രോപോഡ് ക്ലാസ് ഏത്? അക്വാറ്റിക് ആർത്രോപോഡ് ക്ലാസ് ഏത്? എട്ടാമത്തെ ചോദ്യം, ലിമുലസ് ഏത് ആർത്രോപോഡ് ക്ലാസ്സിൽ ഉൾപ്പെടുന്നു? ലിമുലസ് ഏത് ആർത്രോപോഡ് ക്ലാസ്സിൽ ഉൾപ്പെടുന്നു? ഒമ്പതാമത്തെ ചോദ്യം, കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ അനലിഡ ആൻഡ് ആർത്രോപോഡ. കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ അനലിഡ ആൻഡ് ആർത്രോപോഡ. പത്താമത്തെ ചോദ്യം, ട്രോക്കോഫോർ ലാർവെ ഏത് ഫൈലത്തിന്റെ പ്രത്യേകതയാണ്? ട്രോക്കോഫോർ ലാർവെ ഏത് ഫൈലത്തിന്റെ പ്രത്യേകതയാണ്? ഇത്രയുമാണ് 10 ചോദ്യങ്ങൾ. കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പോസ് ചെയ്ത് ആൻസർ രേഖപ്പെടുത്തുക. ഓക്കെ, ഇനി നമുക്ക് ആൻസേഴ്സ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഒരു ഫ്രീ ലിവിങ് നെമറ്റോഡിന് ഉദാഹരണം. ഫ്രീ ലിവിങ് നെമറ്റോഡിന് ഉദാഹരണം. ഉത്തരം റാബ്ഡൈറ്റസ്. റാബ്ഡൈറ്റസ്. രണ്ടാമത്തെ ചോദ്യം, ഒരുപോലുള്ള ഖണ്ഡങ്ങളാൽ നിർമ്മിതമായ ശരീരം ഏതു ഫൈലത്തിന്റെ പ്രത്യേകതയാണ്? ഏതു ഫൈലത്തിന്റെ പ്രത്യേകതയാണ്? ഫൈലം അനലിഡ. ഫൈലം അനലിഡ. അടുത്ത ചോദ്യം, അനലിഡയുടെ അവസാനത്തെ സെഗ്മെന്റ്. അനലിഡയുടെ അവസാനത്തെ സെഗ്മെന്റ് ഏതായിരുന്നു? അവസാനത്തെ സെഗ്മെന്റ് പൈജിഡിയം. അതാണ് പൈജിഡിയം. നാലാമത്തെ ചോദ്യം, എർത്ത് വേം എന്നറിയപ്പെടുന്ന അനലിഡൻ ക്ലാസ്. എർത്ത് വേം എന്നറിയപ്പെടുന്ന അനലിഡൻ ക്ലാസ് ഏതായിരുന്നു? ഒലിഗോകീറ്റെ. ഒലിഗോകീറ്റയാണ് എർത്ത് വേം എന്ന് അറിയപ്പെടുന്നത്. അഞ്ചാമത്തെ ചോദ്യം, ക്ലാസ് ഹിരുഡിനയിൽ ഡെവലപ്മെന്റ് നടക്കുന്നത് ഡാഷിൽ ആണ്. എവിടെയാണ് നടക്കുന്നത്? ക്ലാസ് ഹിരുഡിനയിൽ ഡെവലപ്മെന്റ് നടക്കുന്നത് എവിടെയായിരുന്നു? അത് കൊക്കൂൺസിലായിരുന്നു. കൊക്കൂൺസ്. ആറാമത്തെ ചോദ്യം, ജന്തുലോകത്തെ ഏറ്റവും വലിയ ഫൈലം. ജന്തുലോകത്തെ ഏറ്റവും വലിയ ഫൈലം ഏതാണ്? ഫൈലം ആർത്രോപോഡ. ഫൈലം ആർത്രോപോഡ. ഏഴാമത്തെ ചോദ്യം, അക്വാറ്റിക് ആർത്രോപോഡ് ക്ലാസ് ഏത്? അക്വാറ്റിക് ആർത്രോപോഡ് ക്ലാസ് ഏത്? ഏതാണ്? ക്രസ്റ്റേഷ്യ. ക്രസ്റ്റേഷ്യയാണ് അക്വാറ്റിക് ആർത്രോപോഡ് ക്ലാസ്. എട്ടാമത്തെ ചോദ്യം, ലിമുലസ് ഏത് ആർത്രോപോഡ് ക്ലാസ്സിൽ ഉൾപ്പെടുന്നു? ലിമുലസ് ഏത് ആർത്രോപോഡ് ക്ലാസ്സിൽ ഉൾപ്പെടുന്നു? ഏതായിരുന്നു? മീറോസ്റ്റൊമാറ്റ. മീറോസ്റ്റൊമാറ്റ. ഒമ്പതാമത്തെ ചോദ്യം, കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ അനലിഡ ആൻഡ് ആർത്രോപോഡ. കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ അനലിഡ ആൻഡ് ആർത്രോപോഡ ഏതാണ്? കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ അനലിഡ ആൻഡ് ആർത്രോപോഡ. ആൻസർ പെരിപാറ്റസ്. പെരിപാറ്റസ്. അവസാനത്തെ ചോദ്യം, ട്രോക്കോഫോർ ലാർവെ ഏത് ഫൈലത്തിന്റെ പ്രത്യേകതയാണ്? ട്രോക്കോഫോർ ലാർവെ ഏത് ഫൈലത്തിന്റെ പ്രത്യേകതയാണ്? ഏത് ഫൈലത്തിന്റെ ആയിരുന്നു? ഫൈലം അനലിഡ. ഫൈലം അനലിഡ. ഇത്രയാണ് ചോദ്യങ്ങൾ. നിങ്ങൾ
എത്ര മാർക്ക് കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും കൂടി കമൻസ് ആയിട്ട് അറിയിക്കാം. ഓക്കെ, താങ്ക് യു.